ഇപ്പോൾ 140 സീറ്റുകളും പരിശോധിച്ചു കഴിഞ്ഞു. മാതൃഭൂമിക്ക് വേണ്ടി കോർ പ്രൊജക്ട് ചെയ്ത 140 സീറ്റുകളിലെ അവസാനത്തെ കക്ഷിനില ഒന്ന് പരിശോധിക്കാം. യെസ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. LDF എത്ര, UDF എത്ര, അതുപോലെ NDA ടൈറ്റ് ഫൈറ്റ് നമുക്ക് അവസാനമായി ഒന്ന് നോക്കാം. ഫൈനൽ ടാലി ഓൺ സ്ക്രീൻ. LDF 66, UDF 62, NDA 0, ടൈറ്റ് ഫൈറ്റ് 12. ആർക്കും കേവല ഭൂരിപക്ഷമില്ല. പക്ഷേ നോക്കാം, LDFന് എത്ര സീറ്റ് വരെ, UDFന് എത്ര സീറ്റ് വരെ, NDAക്ക് എത്ര സീറ്റ് വരെ, അതുകൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. LDFന് പരമാവധി എത്ര സീറ്റുകൾ കിട്ടാം, UDFന് പരമാവധി എത്ര സീറ്റുകൾ കിട്ടാം, NDAക്ക് പരമാവധി എത്ര സീറ്റുകൾ കിട്ടാം. 66 മുതൽ 78 സീറ്റുകൾ വരെ LDFന് കിട്ടാം. 62 മുതൽ 72 വരെ സീറ്റുകൾ UDFന് കിട്ടാം. 0 മുതൽ 2 സീറ്റുകൾ വരെ BJPക്കും കിട്ടാം. അതൊരു ട്രെൻഡായി കേരളത്തിന്റെ. അതെന്താന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ പിന്നീടുണ്ടായ കാലങ്ങളിൽ മുഴുവൻ ട്രെൻഡായി മാറി എന്നുള്ളതാണ്. നോക്കൂ, ജനം എങ്ങനെ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ വിധി എഴുതും എന്നൊന്നും ഈ ചാനലുകാർക്ക് പ്രശ്നമല്ല. അവർ ചില വിധി നടത്തി കഴിഞ്ഞു. അതാണ് നമ്മൾ ഇത്ര നേരം കണ്ടത്. നോക്കൂ, നമ്മുടെ മാധ്യമങ്ങൾക്ക്, ചാനലുകാർക്കൊക്കെ ഇതൊരു ചാകരയാണ്. തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രീ പോൾ സർവേ 1, 2, 3, 4 ഘട്ടങ്ങളായിട്ട് അവർ പൊടിക്കും. അവരുടെ പല താല്പര്യങ്ങൾക്കനുസരിച്ച് വേരിയസ് മുന്നണികൾക്ക് അവർ ഭൂരിപക്ഷം കൊടുത്തും കുറച്ചും ബാർഗനിങ് നടത്തിയും മറ്റും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഈ ജനങ്ങളെ പൊട്ടന്മാരാക്കിക്കൊണ്ടിരിക്കും. ഇങ്ങനെ പ്രീ പോൾ സർവേ നടത്തി കഴിഞ്ഞാൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ പറ്റുമെന്നാണ് ഈ ചാനലുകാരൊക്കെ വിചാരിച്ചിരിക്കുന്നത്. അവർക്കറിയാലോ അവരെ അടുത്ത 5 വർഷം ആര് ഭരിക്കണമെന്ന്. അവർക്ക് അവരുടെ ജീവിതാനുഭവങ്ങൾ ഉണ്ടാവും. കഴിഞ്ഞ 10 വർഷമായി ഇവിടെ നിലനിൽക്കുന്ന പിണറായി സർക്കാരുണ്ട്. അതിനു മുമ്പുള്ള ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടമുണ്ട്. ഈ 2 കാലഘട്ടത്തിലും കേരളത്തിന് എന്താണ് നടന്നത്? അതിനു മുമ്പും സർക്കാരുകൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൻ്റെ മുഖച്ഛായ മാറിയോ, അവരുടെ ജീവിതാനുഭവങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നോ എന്നൊക്കെ വിലയിരുത്തിക്കൊണ്ടായിരിക്കുമല്ലോ അവരവരുടെ വോട്ടവകാശം വിനിയോഗിക്കുക. ഈ സർവേകൾ എന്തുമാകട്ടെ, അതിനൊരു ശാസ്ത്രീയ വശമൊക്കെ ഉണ്ടെന്നും ഇല്ല എന്നൊക്കെ പലരും പറയുന്നുണ്ട്. വളരെ ചെറിയൊരു സാമ്പിൾ എടുത്ത് കുറച്ച് പേരെ കണ്ട് സമീപിച്ച് അവർ അഭിപ്രായങ്ങൾ ചോദിക്കുന്നു. ചിലർ തുറന്നു പറയും, ചിലർ പറയില്ല. അങ്ങനെ പല ഘടകങ്ങളെ ആസ്പദമാക്കി അവരൊരു തീരുമാനത്തിലെത്താണ്. 4 സർവേകളാണ് നമ്മളെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. ആദ്യത്തെ 2 സർവേ LDFന് ചെറിയൊരു മേൽക്കൈ കൊടുക്കുമ്പോൾ മനോരമയും ബിഗ് ടിവിയും ഏതാണ്ട് UDFന് അത്യാവശ്യം നല്ല മേൽക്കൈ കൊടുക്കുന്നുണ്ട്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഒരേ പ്രദേശത്തുള്ള കേരളം എന്നൊരു പ്രദേശത്തെ ജനങ്ങളോട് ഈ 4 പേരും സംസാരിച്ച് ഒരു ഡിസിഷനിലെത്തുമ്പോൾ 2 തരത്തിലുള്ള ഔട്ട്പുട്ട് എങ്ങനെ വരുന്നത്? അതിൽ നിന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു അശാസ്ത്രീയത ബോധ്യമാകുമെന്നുള്ളത്. എന്തായാലും ഒരു കാര്യം നമുക്ക് തീർച്ചയുണ്ട്, കഴിഞ്ഞ തവണ LDFന് കിട്ടിയ 99 സീറ്റ് പോലെയുള്ള വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം LDFന് കിട്ടില്ല എന്നുള്ളത് വളരെ പച്ചയായ ഒരു പരമാർത്ഥമാണ്. ഈ 4 ചാനലുകാരും ഒരു കാര്യം സമ്മതിക്കുന്നുണ്ട്, വലിയ തോതിലുള്ള ഒരു രാഷ്ട്രീയ തരംഗമൊന്നും ഇവിടെ നിലവിലില്ല എന്നും, അല്ലെങ്കിൽ ഒരു വല്ലാത്ത സൈലൻസ്, ഒരു രാഷ്ട്രീയ സൈലൻസ് ഇവിടെ നിലനിൽക്കുന്നുണ്ടെന്നും, അതുകൊണ്ട് തന്നെ ഈ ജനം അവരുടെ മനസ്സ് പരിപൂർണമായി തുറന്നിട്ടില്ല എന്നും, അവരൊരു കൺഫ്യൂഷനിലാണെന്നും അവരുടെ മനസ്സിലുണ്ട്. 10 വർഷമായില്ലേ ഈ ഗവൺമെൻറ്, എന്താ ഒന്ന് മാറിയാൽ എന്നൊരു വിഭാഗം ജനങ്ങൾ വെറുതെ ഒരു മാറ്റം ഒന്ന് മാറി നോക്കട്ടെ. കാരണം 10 വർഷമായില്ലേ ഇവർ ഭരിക്കുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. അവരുടെ കൂട്ടത്തിൽ ചിന്തിക്കുന്ന ചില ഇടതുപക്ഷ ബുദ്ധിജീവികൾ തന്നെ അവരിങ്ങനെ പോയി കഴിഞ്ഞാൽ 10 എന്നുള്ളത് 15 ആയി കഴിഞ്ഞാൽ അവർ നശിച്ചു പോകുമെന്നും, അവർ നശിച്ചു പോകാൻ പാടില്ല എന്നും, അവരോട് വല്ലാത്ത സ്നേഹം കാരണം ഇനി ഭരണത്തിൽ തുടരണ്ടെന്നും, തുടർന്നു കഴിഞ്ഞാൽ ആ പാർട്ടി തന്നെ നശിച്ചു പോകും എന്നൊക്കെ വല്ലാത്തൊരു പ്രണയം ആ പാർട്ടിയോട് തോന്നിയിട്ട് ചിലരങ്ങനെ അഭിപ്രായപ്പെട്ടു. അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെന്ന് പ്രതിപക്ഷവും UDFും പ്രചരിപ്പിക്കുകയും കൂടെ ചെയ്തപ്പോൾ കുറേ പേരെങ്കിലും കൺഫ്യൂഷനായിട്ടുണ്ട്. നന്നായി പഠിക്കുന്ന ബുദ്ധിമാനായ ഒരു കുട്ടി, എല്ലാ ക്ലാസ്സിലും ഫസ്റ്റ് ക്ലാസ്സോടുകൂടെ അടുത്ത ക്ലാസ്സിലേക്ക് പ്രൊമോഷനായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടി ഇങ്ങനെ നന്നായി പഠിക്കേണ്ട ആവശ്യമില്ല, ഇടയ്ക്കൊന്ന് തോൽപ്പിച്ച് കളയാം എന്നൊരു ഡിസിഷൻ എടുത്താൽ എങ്ങനെയിരിക്കും? അത്തരത്തിലൊരു അഭിപ്രായമാണ് നമ്മൾ നേരത്തെ കേട്ടത്. അത് ശരിയാണോ ശരിയല്ലേ എന്ന് നമ്മുടെ പ്രേക്ഷകർ പറയട്ടെ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നല്ലൊരു ഭരണകൂടത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസി, ഒരു സ്ഥിരത ഒരു സംസ്ഥാനത്തുണ്ടാകുന്നത് നല്ലതാണ്. അതിൻ്റെ ഗുണം കിട്ടുകയും ചെയ്യും. തുടർഭരണം നടത്തുന്ന കക്ഷിക്ക് ജീർണത സംഭവിക്കില്ലേ എന്നൊക്കെ രണ്ടാമത്തെ കാര്യം. പക്ഷെ ആ സംസ്ഥാനത്തിന്
ഗുണം കിട്ടും, ജനങ്ങൾക്ക് ഗുണം കിട്ടും. ആ ഗുണം കേരളത്തിന് കഴിഞ്ഞ 10 വർഷം കിട്ടിയിട്ടുണ്ട് എന്ന അഭിപ്രായമുള്ളത് നമുക്ക് നേരിട്ട് അനുഭവ സാക്ഷ്യമുണ്ട്. നമ്മൾ പുറത്തിറങ്ങി നോക്കിയാൽ, കേരളത്തെ അങ്ങോളം ഇങ്ങോളം ഒന്ന് യാത്ര ചെയ്ത് നോക്കിയാൽ കേരളത്തിലെ പശ്ചാത്തല വികസനം അതിഗംഭീരമായി 10 വർഷം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമ്മുടെ നാഷണൽ ഹൈവേസ്, തീരദേശ മലയോര ഹൈവേകൾ, നല്ല നല്ല സ്കൂൾ കെട്ടിടങ്ങൾ, ആസ്പത്രി കെട്ടിടങ്ങൾ എന്ന് വേണ്ട നമ്മുടെ ടൂറിസ്റ്റ് രംഗങ്ങൾ, ചില ബീച്ചുകളുടെ വികസനങ്ങൾ എന്ന് വേണ്ട നമുക്ക് ഒരുപാട് നേരിട്ട് നമ്മുടെ കണ്ണുകൾക്ക് ബോധ്യമാകുന്ന വികസനം നടന്നത് കഴിഞ്ഞ ഈ 10 വർഷമായി തുടർന്ന ഒരേ ഒരു പാർട്ടിയുടെ ഭരണം കൊണ്ടാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആ പാർട്ടിക്ക് അതിൻ്റേതായ ജീർണത സംഭവിക്കില്ലേ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഗുണകരമാണെന്നുള്ളതാണ്. തുടർന്നും 5 വർഷം ഈ പാർട്ടി ഭരിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് പിണറായി സർക്കാർ ഭരിക്കുകയാണെങ്കിൽ, പിണറായി നേതൃത്വം ഇപ്പോൾ ഉള്ളത് കൊണ്ട് കേരളത്തിന് അതിൻ്റെ ഗുണം കിട്ടാതിരിക്കില്ല എന്നുള്ളതാണ്. വെറുതെ ഒരു മാറ്റത്തിന് വേണ്ടി നമ്മൾ സർക്കാരിനെ മാറ്റിക്കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടെന്ന് കരുതുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു ചിന്താഗതി നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ എങ്ങനെയോ രൂപപ്പെട്ടിട്ടുണ്ട്. ഇനിയൊന്ന് മാറി ഭരിക്കട്ടെ, ഇവർ 10 വർഷം ഭരിച്ചില്ലേ, അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ട്. ഒരു ചേഞ്ച്, നമ്മൾ കുറേ നേരം ഒരേ ഭക്ഷണം കുറേ കാലം കഴിച്ചു കഴിയുമ്പോൾ ഒന്ന് മാറ്റി കഴിച്ചു കളയാം, ഈ ഭക്ഷണം മോശമായതുകൊണ്ടല്ല, എന്നാലൊന്ന് മാറ്റി കഴിച്ചു കളയാം എന്ന് തോന്നുന്നത് പോലെ ഈ സർക്കാരിനെ അങ്ങനെ ഒന്ന് മാറ്റിക്കളയാം എന്നൊരു ചിന്താഗതി കുറേ പേരിലെങ്കിലും രൂപപ്പെട്ടിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് ചില ന്യൂനപക്ഷ സമുദായങ്ങളിൽ ആ വികാരം കുറച്ച് കൂടുതലാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിന് അവരുടേതായ കാരണങ്ങളുണ്ട്. കാരണം അവർക്ക് ഈ അധികാരത്തിൻ്റെ രുചി കഴിഞ്ഞ 10 വർഷമായി അനുഭവവേദ്യമല്ല. അത് അവരുടെ നേതാക്കളുടെ പല പ്രസംഗങ്ങളിലും നമ്മൾ കേട്ടിട്ടുണ്ട്. അവർക്ക് 10 വർഷമായി കിട്ടാതെ പോയത് ഇനി ഒരു ഭരണം കിട്ടിയാൽ അതെല്ലാം നേടിയെടുക്കണം എന്നുള്ള ആഹ്വാനം നടത്തുന്ന പ്രസംഗങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം ഒരു ഏകീകരണം നടത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇന്ന് നിലനിൽക്കുന്ന കുറേ സീറ്റുകൾ ഇടതുപക്ഷത്തിന് നഷ്ടപ്പെടാനിടയുണ്ട്. അതൊക്കെ ഒരുപക്ഷെ ഈ ചാനൽ മുറിയിലിരുന്ന് നമ്മളിപ്പോൾ അനലൈസ് ചെയ്യുന്ന പോലെ അനലൈസ് ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ കൂടെ ആകാം ഒരു പക്ഷേ അവർ ഈ രീതിയിലൊരു സർവേ നടത്താനുള്ള കാരണം. അതിനൊരു ചെറിയ ലോജിക് ഉണ്ട് എന്ന് മാത്രമാണ് നമ്മളിവിടെ പറഞ്ഞു വയ്ക്കുന്നത്. ഒരു കാര്യം തീർച്ചയാണ്, ഈ മൂന്നാമത് NDA പോലെയുള്ളൊരു കക്ഷി തെരഞ്ഞെടുപ്പ് രംഗത്തുള്ളപ്പോൾ ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള ഒരു ത്രികോണ മത്സരത്തിന് ഒരു 10ഓളം സീറ്റുകളിലെങ്കിലും അവരുടെ പ്രസൻസ് നന്നായി ഫീൽ ചെയ്യുന്നുണ്ട്. അതും ഒരു പക്ഷേ ആർക്കും ഭൂരിപക്ഷം, കേവല ഭൂരിപക്ഷം കിട്ടും എന്നുള്ളതിൽ ഒരു ഡിസിസീവ് ഫാക്ടറാണ്. ആർക്കും ഭൂരിപക്ഷം കിട്ടാതെ ഒരു തൃശ്ശങ്കു നിയമസഭ വരാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഒരേ ഒരു കാര്യം നമുക്ക് ഒരു സർവേയും നടത്താതെ ഇവിടെ പറയാൻ പറ്റും. ആർക്ക് ഭരണം കിട്ടിയാലും അത് വലിയൊരു ഭൂരിപക്ഷം കിട്ടുന്ന ഒരു സംഖ്യയായിരിക്കില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. അല്ലെങ്കിൽ മഹാത്ഭുതം നടക്കണം, ഒരു വലിയ അടിയൊഴുക്ക് നടന്നിരിക്കണം, വലിയൊരു സുനാമി അടിത്തട്ടിലുണ്ടായിരുന്നിരിക്കണം. അത് ഈ വരുന്ന 9-ാം തീയതി ജനങ്ങൾ അവർ വോട്ട് പെട്ടിയിലിട്ട് മെയ് 4-ാം തീയതി എണ്ണി തുടങ്ങുമ്പോൾ അത് സുനാമി പൊട്ടുമോ ഇല്ലയോ എന്ന് അന്നേ നമുക്കറിയാൻ പറ്റുള്ളൂ. ഇതെന്ത് സംഭവിച്ചാലും കേരളത്തിൻ്റെ ഭാവിക്കും വികസനത്തിനും അനുകൂലമായ ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് വരേണ്ടത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലഘട്ടത്തിൽ ഈ 3 മുന്നണികളും യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളല്ല ചർച്ച ചെയ്തത്. ചില വിവാദ വിഷയങ്ങളിലും അപ്പോൾ അന്നുണ്ടാകുന്ന ചില രാഷ്ട്രീയ വിവാദങ്ങളിലും ജനങ്ങളെ കുരുക്കിയിട്ട് യഥാർത്ഥത്തിൽ അവരെ ചിന്തിപ്പിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ധർമ്മസങ്കടവും ഇവിടെ പറയാതിരിക്കാൻ പറ്റില്ല. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു. ഈ വിഷയത്തിൽ നമ്മുടെ പ്രേക്ഷകർക്കുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വൺസ് അഗെയിൻ താങ്ക് യു.